ബാലരാമപുരം കൊലപാതകത്തിൽ ഇരുട്ടിൽ തപ്പുകയാണ് പോലീസ്. നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. ബാലരാമപുരത്ത് 2.5 വയസ്സുകാരിയെ കിണറ്റിലെറിഞ്ഞു കൊലപ്പെടുത്തിയ കേസിൽ പോലീസ് ഇരുട്ടിൽ തപ്പുകയാണ്. സാമ്പത്തിക തട്ടിപ്പ് കേസിൽ റിമാൻഡിലായ ദേവേന്ദുവിന്റെ അമ്മ ശ്രീധുവിനെ കസ്റ്റഡി കാലാവധി തീർന്നതിനെ തുടർന്ന് ഇന്ന് കോടതിയിൽ ഹാജരാക്കിയതിനു ശേഷം അട്ടക്കുളങ്ങര ജയിലിലേക്ക് മാറ്റി. 3 ദിവസം ശ്രീധുവിനെ കസ്റ്റഡിയിൽ കിട്ടിയിട്ടും കേസുമായി ബന്ധപ്പെട്ട് യാതൊരു തെളിവുകളും കണ്ടെത്താൻ അന്വേഷണ സംഘത്തിന് കഴിഞ്ഞില്ല. കസ്റ്റഡി കാലാവധി ഇന്ന് അവസാനിക്കുന്നതിനാൽ ശ്രീധുവിനെ തിരികെ കോടതിയിൽ ഹാജരാക്കുന്നതിന് മുൻപ് ദേവേന്ദുവിന്റെ മരണത്തിൽ പങ്കുണ്ടോ എന്ന കാര്യത്തിൽ ധാരണയുണ്ടാക്കാനുള്ള ശ്രമത്തിലായിരുന്നു അന്വേഷണ സംഘം. കഴിഞ്ഞ ദിവസം കസ്റ്റഡിയിലായ ഹരികുമാറിനെയും ശ്രീധുവിനെയും ഒരുമിച്ചിരുത്തി അന്വേഷണ സംഘം ചോദ്യം ചെയ്യുകയും ചെയ്തിരുന്നു. 2 ഡിവൈഎസ്പിമാരും 3 സിഐമാരും അടങ്ങുന്ന സംഘമാണ് ഇരുവരെയും ചോദ്യം ചെയ്തത്. എന്നാൽ കുഞ്ഞിനെ കൊലപ്പെടുത്തിയതുമായി ബന്ധപ്പെട്ടോ സാമ്പത്തിക തട്ടിപ്പുമായി ബന്ധപ്പെട്ടോ കൂടുതൽ തെളിവുകളോ സാക്ഷികളെയോ കണ്ടെത്താൻ കഴിയാതെ വട്ടം കറങ്ങുകയാണ് പോലീസ്. പ്രതി ഹരികുമാറിന് മാനസിക രോഗം ഇല്ലെന്ന വിലയിരുത്തലിലേക്ക് സൈക്യാട്രി വിദഗ്ധർ എത്തിയത് മാത്രമാണ് അന്വേഷണ സംഘത്തിന് ആകെയുള്ള ആശ്വാസം. ഈ മാസം 12-ാം തീയതി വരെ കേസിലെ പ്രതിപട്ടികയിലുള്ള ഹരികുമാറിനെ അന്വേഷണ സംഘത്തിന് ചോദ്യം ചെയ്യാം. ഇതിനുള്ളിൽ കേസുമായി ബന്ധപ്പെട്ട് വിശദമായ തെളിവുകൾ കണ്ടെത്തി സാമ്പത്തിക ഇടപാടുകൾക്ക് കുഞ്ഞിന്റെ കൊലപാതകവുമായി ബന്ധമുണ്ടോ എന്ന് തെളിയിക്കാനാണ് അന്വേഷണ സംഘം കിണഞ്ഞു പരിശ്രമിക്കുന്നത്. ഇക്കഴിഞ്ഞ ജനുവരി 27-ാം തീയതിയായിരുന്നു ബാലരാമപുരത്ത് 2.5 വയസ്സുകാരിയായ ദേവേന്ദുവിന്റെ അരുംകൊല നടന്നത്. ബാലരാമപുരം സ്വദേശികളായ ശ്രീധുവിന്റെയും ശ്രീജിത്തിന്റെയും മകളാണ് കൊല്ലപ്പെട്ട ദേവേന്ദു. കേസിൽ ശ്രീധുവിന്റെ സഹോദരൻ ഹരികുമാറിനെ മാത്രമാണ് നിലവിൽ കൊലപാതകത്തിൽ പ്രതി ചേർത്ത് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്.